നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ അമ്പിളിക്ക് എനിക്കൊരു ലെറ്റർ റോക്കറ്റ് പോലെ വിട്ടു. അതാണെങ്കിലോ ഒരു മരക്കൊമ്പിൽ ഉടക്കി. ഈ നിൽക്കുന്ന വാപ്പ അത് കണ്ടേ. വാപ്പയ്ക്കാണെങ്കിൽ അതിൽ എന്താ എഴുതിക്കുന്നതെന്ന് കണ്ടേ മതിയാവുള്ളൂ. ആന്നേ. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് ആ മരത്തിൽ വലിഞ്ഞു കയറിയിട്ട് തിരിച്ചിറക്കാനേ ഫയർഫോഴ്സ് വരേണ്ടി വന്നു. അതെന്താ പറ്റി? വാപ്പയ്ക്ക് തിരിച്ചിറങ്ങാൻ അറിഞ്ഞൂടല്ലോ. എന്റെ ഈ ഇക്കയാണോ തെങ്ങ കയറി തേങ്ങ ഇടാൻ പോന്നെ? അല്ല, എന്നിട്ട് കത്തിൽ എന്തായിരുന്നു എഴുതിയിരുന്നേ? അതിൽ അമ്പിളി എഴുതിയേക്കുന്നത് നീ എന്നെ പറഞ്ഞു നാണം കെടുത്തിയല്ലേ, അതുകൊണ്ട് ഞാൻ പറയും. അതിൽ എഴുതിയേക്കുന്നത് ഈ മാസം കുറച്ച് ടൈറ്റാണ്, ആ മോതിരം ഒന്ന് പണയം വെക്കാൻ തരണോ. അപ്പൊ അമ്പിളിമോന്റെ ATM നീയായിരുന്നാ? കല്യാണത്തിന് മുമ്പേ നീ അമ്പിളിയെ സഹായിച്ചു തുടങ്ങിയിരുന്നോ? അത് പിന്നെ അമ്പിളിക്ക് സഹായിക്കാൻ ഞാനല്ലാതെ ആരുണ്ട്? എന്നിട്ട് എന്നെ കുമാരി ഒന്നും സഹായിച്ചിട്ടില്ലല്ലോ. അത് കുമാരി ചേച്ചി, ഇത് ഷാഹിന. എന്തായാലും സഹായിച്ച് ആ മോതിരം പിന്നെ ഇതേവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കുഞ്ഞമ്മ, എന്താ ഇവിടെ പരിപാടി? നാളികേരം പറിച്ചു കഴിഞ്ഞിട്ടേ അത് എണ്ണീട്ട് ചാക്കിൽ കയറ്റുക. ആരോട് വെച്ചിട്ട്? ഇവിടെ ആവശ്യമുള്ള നാളികേരം അടുക്കളയിൽ ഇരിപ്പുണ്ടല്ലോ. അയ്യോ, ഇത് വീട്ടിലേക്കുള്ള ആവശ്യത്തിനല്ല കുഞ്ഞമ്മേ. പിന്നെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ പുറത്തു കൊടുക്കാറാ പതിവ്. വാപ്പ അത് കച്ചവടം ചെയ്യുന്നേ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് കുഞ്ഞമ്മ ജയിലിലായിരുന്നില്ലേ? ഈ തിരക്കിന്റെ ഇടയ്ക്കേ ജയിലിൽ വന്ന് പറയാൻ പറ്റിയില്ല, സോറി. അയ്യോ, ആക്കിയതായിരിക്കും അല്ലേ? ഒരുപാട് ഓവറാവല്ലേ കേട്ടോ. അതെന്താന്നറിയോ രാധേച്ചി, സാധാരണ കഴിഞ്ഞ മാസമാണ് രാഘവൻ വന്ന് തേങ്ങ ഇടേണ്ടത്. രാഘവന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഈ മാസത്തേക്ക് മാറി, അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ജീവനോടെ ഉള്ളപ്പോ ആരോട് ചോദിച്ചിട്ടാ ഈ രാഘവൻ തെങ്ങല് കയറിയത്? കുഞ്ഞുമക്ക് തെങ്ങേറാൻ അറിയോ? എന്റെ അപ്പുണ്ണിയ, അപ്പൊ വെറുതെ ഇതിന് ഈ രാഘവന് പൈസ കൊടുത്ത് നമ്മൾ തെങ്ങയിലൊക്കെ കയറ്റിയത്? പിന്നെ അടുത്ത മാസം മുതൽ കുഞ്ഞുമ കയറിക്കോ തെങ്ങില്. ഓ, കുടുംബടക്കം പരിഹസിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? ഓവറാവല്ലേ കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തറവാട് ആശ്രമത്തിന് എഴുതി കൊടുത്ത് കഴിഞ്ഞു. ഇനി ഈ വീട്ടില് ഒരു കരിയില അനങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കണം. അതെന്ത് പറച്ചില്ല രാധേച്ചി? ഇപ്പൊ ഈ പറഞ്ഞതിനകം തന്നെ എത്ര കരിയില ഇവിടെ കിടന്ന് അനങ്ങിയിട്ടുണ്ടെന്നല്ലോ. ഒരു കരിയില പോലും രാധേച്ചി ഞാൻ അനങ്ങിവിട്ടെ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഷാഹിന, നിന്റെ ഉമ്മയോട് മര്യാദക്ക് മിണ്ടാണ്ട് അടങ്ങി ഒതുക്കി നിന്നോളാം പറഞ്ഞോ, ഇല്ലെങ്കിൽ കാല് വാരി ഞാൻ നിലത്തടിക്കും. ഉമ്മയുടെ കാലേ വാരി നിലത്തടിക്കുമെന്ന്? ഉമ്മയുടെ അല്ല, നിന്റെ. അതിന് ഞാനെന്താ ചെയ്തേ? നിന്റെ ആണല്ലോ ഉമ്മ. ഉമ്മ ഒന്നും മിണ്ടാതിരിക്കെ. കുഞ്ഞമ്മയുടെ കൂടെ രാത്രി കിടക്കുന്നത് ഞാനാ. എന്തെങ്കിലും എന്നെ ചെയ്താലോ അനുഭവിക്കേണ്ട ഞാനല്ലേ, അതുകൊണ്ട് ഒന്നും മിണ്ടല്ലേ. അപ്പുണ്ണി, ഈ തേങ്ങ എല്ലാം വാരി പറക്കി പത്തായപ്പുരയിലേക്ക് വെച്ചോ. എണ്ണ എനിക്ക് അറിഞ്ഞൂടാന്ന് വിചാരിക്കരുത്. ഒരെണ്ണം പോലും മാറ്റി വെക്കാതെ എല്ലാം എടുത്ത് പത്തായപ്പുരയിലേക്ക് വെച്ചോ. പറഞ്ഞാ കേട്ടില്ലെങ്കിൽ അതിന്റെ ദൂഷ്യം എന്താണെന്ന് അറിയാലോ നിനക്ക്. ഷാഹിന, നിനക്കും അറിയാലോ. ഞാനൊന്നും എടുത്തു നോക്കൂല്ലോ നാളികേരം. അപ്പുണ്ണിയുടെ അങ്ങനെ പറയല്ലേ. അപ്പുണ്ണിയുടെ ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തം ഞാൻ ചെയ്യേണ്ടി വരും. നീയാണ് ചെയ്തോ. അപ്പുണ്ണി, ഈ തേങ്ങ എടുത്ത് അറയ്ക്കകത്തോ പത്തായത്തിനകത്തോ എവിടാന്ന് വെച്ചാ വെച്ചോട്. ഇനി ആ മമ്മദിനോട് ഞാൻ എന്ത് പറയുമെന്നോ. എന്ത് പറയാനാ? ഇവിടെ ഒരു ഭയങ്കര സ്ത്രീ ഉണ്ട്, അവര് തേങ്ങ ഒന്നും തന്നില്ല നിങ്ങൾ പറയണം. അതൊക്കെ പറഞ്ഞാൽ നാണക്കേടാവൂലേ. ഷാഹിന, വാപ്പ് ഇറങ്ങാൻ മോളെ. അപ്പൊ ചായ കുടിച്ചിട്ട് പോവാം. ഓ വേണ്ട, ഇനിയിപ്പോ ചായ കുടിക്കാൻ വേണ്ടി ചുണ്ടത്ത് വെക്കുമ്പോഴായിരിക്കും അവര് പറയുന്നത് ചായപ്പൊടി എടുത്തത് ആരോട് ചോദിച്ചിട്ട്. നമ്മളില്ലേ അത് തന്നെ. തെങ്ങ കിടന്ന തേങ്ങ ഇപ്പൊ ചാക്കിനകത്ത് കയറിയിരിക്കുന്നു. നിങ്ങളുടെ പുതിയ മൊലാളിയുടെ ഭരണപരിഷ്കാരമാ അവിടെ കേടാ. നിങ്ങളുടെയൊക്കെ ഒരു വിധി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.